മത്സരം നടക്കുന്ന ആ സ്റ്റേജിൻ്റെ ചുറ്റുപാടും നമ്മുടെ പിള്ളേരുണ്ടാവും. അതെന്താണ്? എന്തിനെന്ന്? പിന്നെ എൻ്റെ പെങ്ങളവിടെ മാർക്കിടായിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ആൾ വേണ്ടേ? പ്രശ്നം ഉണ്ടാവും. അല്ല, മാർക്കിടായിരിക്കണല്ലേ, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഒന്നും പേടിക്കണ്ട. ചുറ്റും നമ്മൾ ആളുകളുണ്ടെന്നുള്ള ധൈര്യത്തോടെ ഇരുന്നിട്ട് അങ്ങോട്ട് മാർക്കിട്ടോളണം കേട്ടാ. പിന്നെ ലില്ലിമോളെ വേറൊരു ചെറിയൊരു പ്രശ്നം ഒന്നുമില്ല. ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു പാവപ്പെട്ട ഒരുത്തൻ്റെ മോള് മത്സരിക്കുന്നുണ്ട്. ആ സ്കൂളിൽ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കണതാണ്, കാഞ്ചന എന്ന് പേര്. അപ്പം ആ കൊച്ചു ഡാൻസ് കളിക്കുമ്പം മോൾക്ക് ആളെ തിരിച്ചറിയാനായിട്ട് അതിൻ്റെ കാലിലൊരു പച്ച ബാൻഡ് ഇട്ടേക്കും, പച്ച കളർ ബാൻഡ്. അപ്പം മോൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ മാർക്ക് ഇടുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്നും അങ്ങോട്ട് കയറ്റി ഒന്ന് ഇട്ട് കൊടുക്കണം. ആവല്ലേ? നമ്പർ ഞാൻ കൊടുക്കാം മോൾ, അവർ വേണമെങ്കിൽ വിളിച്ചോളും. പിന്നെ ചെസ് നമ്പർ തുടങ്ങുന്നതിന് മുമ്പ് മെസ്സേജ് അയച്ചു തരാം. ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? എന്താ ഉദ്ദേശിച്ചത്? അത് തന്നെ, മാർക്കൊന്ന് കയറ്റിയിട്ട് കൊടുക്കാനായിട്ട്. പൊക്കെഴുന്നേറ്റ് പോടുന്നു. അതൊന്നും നടക്കത്തില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാണമില്ലേ ക്ലീറ്റ ചേട്ടന്? ഞാൻ തട്ടിപ്പും വെട്ടിപ്പും നടത്തണം അല്ലേ? എന്നെ വിശ്വസിച്ചാണ് അവിടെ അത്രയും പേര് നാളെ സ്റ്റേജിൽ കയറാൻ പോണത്. അവരൊക്കെ ഞാൻ മണ്ടന്മാരാക്കണോ? അല്ല തന്നെ കലയിൽ ഞാൻ നീതികേട് കാണിക്കത്തില്ല കേട്ടല്ലോ. ക്ലീറ്റ ചേട്ടൻ എന്നോട് പറയാൻ നാണമില്ലായിരുന്നു ക്ലീറ്റ ചേട്ടാ? ഒന്നുമില്ല മോളെ, ഞാനേ അവരവസ്ഥ ആലോചിച്ചിട്ട് എൻ്റെ ഒരു ഉള്ളിലൊരു വിഷമം കൊണ്ട് പറഞ്ഞതാണ്. പാവം ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മോളാണ് കൊച്ച്. ചിലങ്ക വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു സങ്കടം പെട്ടെന്ന്. പിന്നെ നിൻ്റെ പഴയ കാലം ഓർത്തു പോയി ഞാൻ. നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അന്ന് നിനക്ക് ചിലങ്ക വേണമെന്ന് പറഞ്ഞ് നീ കരഞ്ഞിട്ടെടുത്ത് വന്നപ്പോൾ എൻ്റെ കുടുക്ക പൊട്ടിച്ചിട്ട് അതിൽ നിന്നുള്ള പൈസ എടുത്തിട്ടും തികയാതെ വന്നിട്ട് ഞാനന്ന് ന്യൂസ് പേപ്പർ വിൽക്കാനും പിന്നെ വഴിയിൽ മാങ്ങയെല്ലാം പറക്കി വെച്ച് വിറ്റുള്ള കാശ് കൊണ്ട് നിനക്ക് ചിലങ്ക മേടിച്ചു തന്നിട്ട് ആ ചിലങ്ക കണ്ട് നീ ഒന്ന് ഡാൻസ് കളിച്ചപ്പോൾ നിനക്കുണ്ടായ ആ സന്തോഷം എൻ്റെ മനസ്സിലത് വന്നുപോയി. പെട്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ആലോചിച്ചു പോയി. സോറി മോളെ, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. മോളൊന്നും ചെയ്യണ്ട കേട്ടോ, വേണ്ട ചെയ്യണ്ട. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, സോറി. മോളിഷ്ടം പോലെ ചെയ്താൽ പേടിക്കാതെയൊക്കെ നോക്കിയിട്ടൊക്കെ ഇട്ടിട്ട് വാകട്ടാ. ഇച്ചിരി മുല്ലപ്പൂ വാങ്ങിക്കണ്ടേ? മുല്ലപ്പൂ പോകുന്ന വഴിക്ക് മേടിക്കാമല്ലോ. തൂറോളം പേടിയാണ് മുല്ലപ്പൂ വെക്കാത്തതിന്റെ. എല്ലാരും വെച്ചോണ്ടായിരിക്കും മരുന്ന്. മുല്ലപ്പൂ വെച്ചാലും മുല്ലപ്പൂ വെച്ചില്ലെങ്കിൽ നീ സുന്ദരിയാണ്. നീ എനിക്കറിയാതെ ദേ ഞാൻ പറഞ്ഞ പോലെ ഏടാ ഇവിടെ ഈ വണ്ടിയിൽ കൊണ്ടുവിടണ്ട. അവിടെ പിന്നെ ഇച്ചിരി വലിയ വണ്ടിയിലാക്ക്. നമുക്ക് ഈ വണ്ടിയുള്ളേ, അല്ലെങ്കിൽ ആ ജംഗ്ഷൻ അവിടെ വന്നിട്ട് വേറെ വല്ല വണ്ടി വിളിച്ചു ചേച്ചി. അങ്ങനെ കാറിലൊക്കെ ഒരു ജഡ്ജി ഈ വണ്ടിയിലാണോ? എടാ നീ ഒന്ന് പോയേ. ജഡ്ജി എങ്ങനെ വിലയിരുത്തുന്നതാണ് പ്രധാനം. ജഡ്ജിമെന്റ് ആണ് പ്രാധാന്യം, അല്ല നമ്മൾ എങ്ങനെ ചെല്ലുന്നുള്ളതല്ല. മനസ്സിലായില്ലേ? പോവാന്ന് അവള് പോന്ന്. ക്ലീറ്റോന് എന്തിനാണാവോ ടെൻഷൻ? വന്നിട്ട് വിശേഷം പറയണം കേട്ടാ. ഞാനേ തിരിച്ചു ചേർത്ത ക്ലീറ്റോന് എന്തെറ്റി? അത് കുഴപ്പമില്ല, സെറ്റാണ്. കേട്ടോ പെങ്ങളെ, കെട്ടിച്ചു വിട്ടതല്ല ഇങ്ങോട്ട് വരൂന്ന്. ഒരു 500 രൂപ തരട്ടെ? ഭദ്രം ചേട്ടാ, കാര്യങ്ങളൊക്കെ ഭദ്രമാണ്. എൻ്റെ പെങ്ങൾ വേണ്ട പോലെ ചെയ്തോളും. ഓക്കെയാണ് കേട്ടാ.